ഇനി ദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നിലേക്ക് പോവുകയാണ്. GST കൗൺസിലിന്റെ 55ാമത്തെ യോഗം ഇന്ന് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ 148 ഇനങ്ങളുടെ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തിയേക്കുമെന്നതാണ് പറയാനുള്ള കാര്യം. അബ്ദുൾ റഷീദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ 148 ഇനം വസ്തുക്കളുടെ നികുതി നിരക്കിൽ മാറ്റം വന്നേക്കും. അത് ഏത് നിലയിലാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക? കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും അടക്കമുള്ള 148 ഇനങ്ങളിലാണ് ഈ നികുതിയിൽ മാറ്റം വരുമെന്ന കാര്യം ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. നേരത്തെയും നടന്ന ഇത്തരത്തിലുള്ള യോഗത്തിലും ഈ കാര്യങ്ങൾ KN ബാലഗോപാൽ ഉന്നയിച്ചതാണ്. എന്തായാലും ഈ 148 ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലും മാറ്റം വരും. അതോടൊപ്പം ചില ഇനങ്ങളിൽ GSTയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട നികുതികളൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 55ാമത് GST കൗൺസിലാണ് ഇപ്പോൾ ഒരു അല്പസമയത്തിന് ശേഷം രാജസ്ഥാനിലെ ജയ്സൽമീറിൽ വെച്ച് ചേരുന്നത്. എന്തായാലും ഇതിൽ വില കൂടിയ ഐറ്റങ്ങളായിട്ടുള്ള റിച്ച് വാച്ചുകൾ, അതോടൊപ്പം ഷൂസ്, വസ്ത്രങ്ങൾ, ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ആയിട്ടുള്ളവർക്കൊക്കെ തന്നെയും നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. 35% നികുതി എന്ന നിലയിലേക്ക് അത് ഉയർത്താനും സാധ്യതയുണ്ട്. അതോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും വലിയ രീതിയിൽ നികുതി വെട്ടിക്കുറക്കും. പ്രധാനമായും നമുക്ക് ലഭ്യമാക്കുന്നത് ഈ ലൈഫ് ഇൻഷുറൻസ്, അതുപോലത്തെ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ ഇതിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള നികുതി വെട്ടിച്ചുരുക്കാനാകും. അതോടൊപ്പം 28% വിവിധ ഇനങ്ങളിലുള്ള നികുതി വെട്ടിച്ചുരുക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം ഈ യോഗം ചേരും. അതോടൊപ്പം 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ ധനമന്ത്രിയോട് അറിയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ബജറ്റിലൊന്നും തന്നെ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ നയാ പൈസ തരാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെട്ടതാണ്. അതേസമയം അടുത്ത ജനുവരിയോടുകൂടി അടുത്ത ബജറ്റ് സമ്മേളനം ഉണ്ടാകും. ഈ ബജറ്റ് സമ്മേളനത്തിൽ സംസ്ഥാനത്തിൻ്റെ പുനരധിവാസത്തിനും മറ്റുമായി 24,000 കോടി രൂപയും KN ബാലഗോപാലൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ മാസങ്ങളായിട്ടുള്ള ആവശ്യവും നിരാകരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം ഈ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി 2,000 കോടി രൂപയും പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നും ഇപ്പോൾ KN ബാലഗോപാലൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഉപാധികളില്ലാതെ GSTയുടെ 3.5% ഉയർത്തണം. ഊർജ്ജ മേഖല, അതോടൊപ്പം ഇത്തരം മേഖലകളൊക്കെ തന്നെയും 0.5% അധിക നികുതി ഏർപ്പെടുത്തണം. ഇത്തരത്തിൽ കിഫ്ബി വായ്പകൾ എടുത്തിട്ടുണ്ട്. ഈ വായ്പകളിലൊക്കെ തന്നെ പരിധിയിൽ ഉൾപ്പെടുത്തി അവയുടെ കാര്യങ്ങളൊക്കെ തന്നെയും വെട്ടിക്കുറക്കണം. അതോടൊപ്പം 6,000 കോടി ഈ കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് 6,000 കോടി രൂപ ഇവിടെ അധിക വായ്പ നമുക്ക് എടുക്കേണ്ടതുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഈ ഫണ്ടുകളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കണമെന്നൊരു ആവശ്യവും ഇപ്പോൾ KN ബാലഗോപാലൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് 5,000 കോടി അനുവദിക്കണം. റെയിൽവേ, വ്യവസായ ഇടനാഴികൾ, അതോടൊപ്പം മാരിടൈം ക്ലസ്റ്റർ തുടങ്ങിയ പദ്ധതികളൊക്കെ തന്നെയും ഈ മേഖലകളിലൊക്കെ തന്നെയും ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും പാക്കേജുകളും ഒക്കെ തന്നെ അനുവദിക്കണമെന്നും ഇപ്പോൾ KN ബാലഗോപാലൻ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വയനാടിന് 2,000 കോടിയും അതോടൊപ്പം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് 2,117 കോടി രൂപയും അനുവദിക്കണമെന്ന തരത്തിലാണ് ഇപ്പോൾ 24,000 കോടി രൂപയുടെ സഹായം ഇപ്പോൾ അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് KN ബാലഗോപാലൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ഇതിലൊരു ഈ നികുതി ഇളവിലൊക്കെ തന്നെയും വലിയ മാറ്റം വരും. ഈ പാക്കഡ് ഐറ്റംസ്, ഭക്ഷണപാനീയങ്ങൾ, അതുപോലെ പാക്കഡ് വാട്ടർ ബോട്ടിലുകളൊക്കെ തന്നെയും വില വർദ്ധിക്കാനാണ് വില കുറയുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അല്പസമയത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട യോഗം നടക്കും. രാജസ്ഥാനിലെ ജയ്സൽമീറിലാണ് യോഗം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരൊക്കെ തന്നെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിന് ശേഷം തന്നെ യോഗത്തിന് ശേഷമുള്ള പ്രതികരണം നമുക്ക് ലഭ്യമാകും. കാവ്യ.
ശരി റഷീദ്, വിശദമായ വിവരങ്ങൾ തന്നെയാണ് റഷീദ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പങ്കുവച്ചത്. എന്തായാലും രാജസ്ഥാനിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് ഏത് വിധത്തിലായിരിക്കും ഈ GST കൗൺസിൽ യോഗം പ്രയോജനപ്പെടുക എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുക തന്നെയാണ്.